വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നിങ്ങളെല്ലാവരും പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ എക്സാമിന് ആ ചാപ്റ്ററിൻ്റെ ഒരു പകുതി വരെ ഏതാണ്ട് ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് വരെയുള്ള ഭാഗമായിരിക്കും ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. ഓക്കെ, നമ്മുടെ മോഡൽ ചോദ്യപേപ്പർ നോക്കിയപ്പോഴും അതാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ടേം എക്സാമിന് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ടോപ്പിക്കിൽ നിന്ന്, അതായത് അതുവരെയുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ ഞാനൊന്ന് തപ്പിപ്പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളാണ് നമ്മളിന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് അധികം ചോദ്യങ്ങളുണ്ട്, പക്ഷേ ഈ ചോദ്യങ്ങൾ ചെയ്ത് തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരുവിധം എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവും. അതായത് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കുമെന്നല്ല, പക്ഷേ ഇത് ചെയ്യാൻ അറിയാമെന്നുള്ളൊരു കുട്ടിക്ക് ഇവിടെ നിന്ന് ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലും ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ച് തുടങ്ങുന്ന, അല്ലെങ്കിൽ ഈ ചോദ്യമൊക്കെ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട്, അതായത് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നോക്കട്ടെ, നിങ്ങൾ ആദ്യം ഇത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതുകൊണ്ട് കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഈ ഫോർമുലാസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ഒക്കെ ഇതുപോലെ ഒരു ചെറിയൊരു ഷോർട്ട് നോട്ടായിട്ട് എഴുതി കൈ വെച്ചിട്ട് ഈ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടം നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്ത്, ഇപ്പോൾ ക്വാണ്ടം നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഷെല്ലിൻ്റെ നമ്പർ അല്ലെങ്കിൽ എനർജി ലെവൽ കാണിക്കുന്ന ഒരു നമ്പറാണെന്ന് പറയുന്നത് ക്വാണ്ടം നമ്പർ. എൻ എന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ വാല്യൂ 1, 2, 3 എന്ന് കൂടി പോവും. അത് KLMN എന്ന് പറയുന്ന ഷെല്ലുകളെയാണ് കാണിക്കുന്നത്. ഓർമ്മയുണ്ടാവുമല്ലോ. അടുത്ത് നമ്മൾ എന്താ പറഞ്ഞത്? അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. L എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതെന്താ കാണിക്കും? രണ്ട് കാര്യങ്ങൾ കാണിക്കും. ഒന്ന്, നമ്മുടെ ഓർബിറ്റലിൻ്റെ 3 ഡയമെൻഷണൽ ഷേപ്പ്. പക്ഷെ നമുക്ക് കൂടുതലും വേണ്ടത് എന്താണ്? സബ്ഷെല്ലുകളുടെ എണ്ണമാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അതായത് ഇപ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എപ്പോഴും N എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ ഒന്ന് കുറവായിരിക്കും. പക്ഷേ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 0-ൽ നിന്നാണ് അല്ലേ? 0 to എന്താണ്? N-1 എത്ര ഉണ്ടാവും? സബ്ഷെല്ലുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആകാം, പിന്നെ 1, 2, 3, 4 എങ്ങനെ പോവാം. എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത് S എന്ന സബ്ഷെല്ലിനെ കാണിക്കും. 1 ആണെങ്കിൽ ഇത് P എന്ന സബ്ഷെല്ലിനെ കാണിക്കും. 2 ആണെങ്കിൽ D എന്ന സബ്ഷെല്ലിനെ കാണിക്കും. 3 ആണെങ്കിൽ അത് F എന്ന് പറയുന്ന സബ്ഷെല്ലിനെ ആയിരിക്കും കാണിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണ്? ഓറിയൻറ്റേഷനാണ് കാണിക്കുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -L തൊട്ട് L വരെയാണ് കാണിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചു ഓർബിറ്റൽ, അല്ലെ എന്താ ഓർബിറ്റൽ? ഇലക്ട്രോൺ കാണാനുള്ള ചാൻസ്, പ്രോബിലിറ്റി ഉള്ള സ്ഥലത്തിനാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണാണ് കൊള്ളുന്നത്. ഒരു ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ആ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ സ്ക്വയർ എടുത്താൽ മതിയാകും. അതായത് K എന്ന് പറയുന്ന ഷെല്ലിൽ 1 എണ്ണം, L-ൽ 4 എണ്ണം, M-ൽ 9 എണ്ണം, N-ൽ 16 എണ്ണം. ഇനി സബ്ഷെല്ലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അല്ലേ? നോക്കടാ, ഇപ്പോൾ S എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. SL എന്ന് പറയുന്ന സബ്ഷെല്ലിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നോക്കണ്ട, അസിമുത്തൽ ക്വാണ്ടം നമ്പർ 0 ആയിരിക്കും. അങ്ങനെയുള്ള ഒരു S സബ്ഷെല്ലിന് അത് എത്ര ഓർബിറ്റൽ ഉണ്ടാവും? ഒരു ഓർബിറ്റലേ ഉണ്ടാവുള്ളൂ. P എന്ന് പറയുമ്പോൾ അതിൻ്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ 1 ആണ്. അതിൽ എത്ര ഓർബിറ്റൽ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എത്ര എണ്ണം? 3 ഓർബിറ്റലാണ് ഉണ്ടാവുന്നത്. എത്ര എണ്ണം ഉണ്ടാവും? 3 എണ്ണം. D എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ നോക്കേണ്ട, അസിമുത്തൽ ക്വാണ്ടം നമ്പർ 2 ആയിരിക്കും വരുന്നത്. അതിൽ എത്ര എണ്ണം ഉണ്ടാവും? 5 എണ്ണം ഉണ്ടാവും. അതുപോലെ തന്നെ F എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ വരുന്ന 3 ആണ്. അതിൽ എത്ര ഓർബിറ്റൽ ഉണ്ടാകും? എത്ര എണ്ണം ഉണ്ടാവും? 7 ഓർബിറ്റൽ ഉണ്ടാവും. എത്ര എണ്ണം ഉണ്ടാവും? 7 ഓർബിറ്റൽ ഉണ്ടാവും. ഇത് നിങ്ങൾക്കറിയാം, ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോണേ കൊള്ളത്തുള്ളൂ? 2 എണ്ണേ കൊള്ളത്തുള്ളൂ. അപ്പോൾ 3-ൽ എത്ര എണ്ണം കൊള്ളും? 6. 5-ൽ എത്ര കൊള്ളും? 10. 7-ൽ എത്ര കൊള്ളും? 14. അതൊന്ന് ഓർത്ത് വച്ചേക്കുക. പിന്നെ വരുന്നതാണ് എന്താ? നമ്മൾ ഈ ഇലക്ട്രോൺ എങ്ങനെയാണ് ഇതിൽ ഫില്ല് ചെയ്ത് പോകുന്നത്? അത് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് പോകുന്നത്. അതിന് ഓഫ് ബാർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കും. അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? 1s, അതിന് 2s, 2p, 3s, 3p, 4s, 3d. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് 4s കഴിഞ്ഞ് 3d വന്നത്? കാരണം എനർജി എന്ന് പറയുന്നത് നമ്മൾ N+L റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എനർജി ഓർഡറിനകത്ത് എന്ത് വരും? 3dക്ക് മുന്നേ ആയിട്ട്, അല്ലെ 3d എഴുതുന്നതിന് മുന്നേ ആയിട്ട് നമ്മളെപ്പോഴും 4s ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്. എഴുതുമ്പോൾ നിങ്ങൾ 3d കഴിഞ്ഞിട്ട് 4s എഴുതിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫില്ലിങ് ഈ ഓർഡറിലാണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. പിന്നെ നമ്മൾ ബ്ലോക്കും പീരീഡും ഗ്രൂപ്പും കണ്ടുപിടിക്കാനാണ് പഠിച്ചത്. ഒരു ഇലക്ട്രോൺ ഏത് ബ്ലോക്കിൽ പെടുന്നു എന്നറിയാൻ ഒറ്റ ഇതേ ഉള്ളൂ. അതിൻ്റെ അവസാന ഇലക്ട്രോൺ പോയേക്കുന്ന സബ്ഷെൽ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആ സബ്ഷെല്ലിലായിരിക്കും അതിൻ്റെ ബ്ലോക്ക്. S സബ്ഷെല്ലിൽ പോയാൽ S ബ്ലോക്ക്, Pയിലാണെങ്കിൽ P, Dയിലാണെങ്കിൽ D. പീരീഡ് കണ്ടുപിടിക്കാനുള്ള പരിപാടി എന്താ? അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ ഏറ്റവും ലാർജസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഏതെന്ന് നോക്കുക. അതായത് N എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്ന N ഏതാണോ അതായിരിക്കും അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. S ബ്ലോക്ക് ആദ്യം, ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ആദ്യത്തെ ജോലി എന്താ? ബ്ലോക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. S ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ അവസാനത്തെ S ബ്ലോക്കിലെ സബ്ഷെല്ലുണ്ടല്ലോ, അതിൽ 1 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ്.
പിയിലാണെങ്കിലോ എന്ത് ചെയ്താൽ മതി, അവസാനത്തെ പി സബ്ഷെല്ലായിരിക്കും ഇലക്ട്രോൺ ഫില്ലായിരിക്കുന്നത്, അതിനോടൊപ്പം എന്ത് കൂട്ടിയാൽ മതി, 12 കൂട്ടിയാൽ മതി. ഇങ്ങനെ പഠിച്ചു വെച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചു വെച്ചാൽ മതി, പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺ പ്ലസ് എന്താണ് 12 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് കിട്ടും. ഇനി ഡി ബ്ലോക്കിലാണെങ്കിൽ എന്താണ്, ആ ഡി എന്ന് പറയുന്ന N-1 ഡി ആയിരിക്കും, ഡി എന്ന് പറയുന്ന ഓർബിറ്റലായിരിക്കുമല്ലോ അവസാനത്തെ, അല്ല സബ്ഷെല്ലായിരിക്കുമല്ലോ അവസാനത്തെ, അതിനകത്തുള്ള ഇലക്ട്രോണിൻ നമ്പർ പ്ലസ് എത്രയാണ് 2 കൂട്ടിയാൽ മതി, നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ ഗ്രൂപ്പും കിട്ടും. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചോ, ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, ക്വാണ്ടം നമ്പർ ഗീവ്സ് ദ അഡ്രസ് ഓഫ് എൻ ഇലക്ട്രോൺ, എക്സ്പ്ലെയിൻ ദ 3 ക്വാണ്ടം നമ്പേഴ്സ്. ഇതൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. 3 ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയാണ്, 4 എണ്ണം ഉണ്ട്, ഞാൻ 3 എണ്ണേ പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെയാണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N, അസിമുത്തൽ L, മാഗ്നറ്റിക് M. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ത് കാണിക്കും, 2 കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് അല്ലെങ്കിൽ എനർജി ലെവലിനെ കാണിക്കും, അതുപോലെ ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോൺ എത്ര ദൂരെയാണ് ഇരിക്കുന്നത് എന്നുള്ളതും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കാണിക്കും. 1, 2, 3 എന്നാണ് വാല്യൂ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്തിനെ കാണിക്കും, ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ അല്ലെങ്കിൽ സബ്ഷെല്ലിനെ പറ്റി പറയും. എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 തൊട്ട് തുടങ്ങി 1, 2, 3, 4 അപ് ടു എത്ര വരെ വരും, ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ -1 വരെയുള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓറിയൻറ്റേഷനാണ് കാണിക്കുന്നത്, അതിൻ്റെ വാല്യൂ -L തൊട്ട് +L വരെ ആയിരിക്കും. എഴുതുമ്പോൾ മാർക്ക് കിട്ടും. ചോദ്യം അടുത്തത്, ദ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ആർ ഡെസിഗ്നേറ്റഡ് ബൈ എ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ലേബിൾഡ് ആസ് N, L, M ആൻഡ് S. ഗീവ് ദ N, L, M ആൻഡ് S വാല്യൂ ഓഫ് ദ വാലൻസ് ഇലക്ട്രോൺ ഓഫ് ദ സോഡിയം ആറ്റം. നല്ല ചോദ്യമാണ്. 2, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആർ നോട്ട് അലൗഡ്. കണ്ടോ ചോദ്യം വരുന്ന രീതി കണ്ടോ, ഇത് കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിലും പ്രതീക്ഷിക്കണം, നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത് നോക്കടാ, സോഡിയം ആറ്റം എടുക്കുന്നു. സോഡിയം ആറ്റത്തിൻ്റെ വാലൻസി ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ ആണ്. അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും, നമുക്ക് സ്പിന്ന് വേണ്ട, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വരെയുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സോഡിയം എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയായിരിക്കും, 1s2, 2s2, 2p6, 3s1. അപ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ പോയിരിക്കുന്നത് 3s1 എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ 3s1 എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N എത്രയായിരിക്കും, അത് 3 ആയിരിക്കും അല്ലേ, ഈ നമ്പറാണ് N-നെ കാണിക്കുന്നത്. അവിടുത്തെ L എന്ന് പറയുന്നത് എത്രയായിരിക്കും, അസിമുത്തൽ ക്വാണ്ടം നമ്പർ എത്രയായിരിക്കും, എങ്ങനെ കണ്ടുപിടിക്കും നോക്കട്ടെ, ഏത് സബ്ഷെല്ല, എസ് സബ്ഷെല്ല്. എസ് സബ്ഷെല്ല് വരണമെങ്കിൽ L-ൻ്റെ വാല്യൂ എത്രയായിരിക്കണം, 0 ആയിരിക്കണം. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്, അതെപ്പോഴും എന്തായിരിക്കും, -L തൊട്ട് L ആയിരിക്കും. അപ്പോൾ 0 ആയതുകൊണ്ട് അതും എന്തായിരിക്കും, 0 ആയിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതുന്നത്. അപ്പോൾ എന്തായിരിക്കും, N-ൻ്റെ വാല്യൂ 3, L-ൻ്റെ വാല്യൂ 0, M-ൻ്റെ വാല്യൂ 0. എസ് നമ്മൾ തൽക്കാലം നോക്കണ്ട. അങ്ങനെയാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആർ നോട്ട് അലൗഡ്. ഇതിലേത് ക്വാണ്ടം നമ്പറാണ് തെറ്റെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കിയേ, N-ൻ്റെ വാല്യൂ 3 വരുമ്പോൾ L-ൻ്റെ വാല്യൂ 3 വരും, M-ൻ്റെ വാല്യൂ -3 വരും, S-ൻ്റെ വാല്യൂ +or-½ പ്രശ്നം എന്താണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N അത് 3 എന്നാണ് പറഞ്ഞേക്കുന്നത്, കുഴപ്പമില്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എപ്പോഴും 0 മുതൽ എത്ര വരെ വരുള്ളൂ, N-1 വരെ വരുള്ളൂ. അതായത് 0 മുതൽ N ഇവിടെ 3, അപ്പോൾ 3 - 1 എത്ര, 0, 1, 2 വരെ വരാൻ പാടുള്ളൂ. എനിക്ക് എന്ത് വരത്തില്ല, 3 വരത്തില്ല. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തേത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്. കാരണം രണ്ടാമത്തേതിൽ N-ൻ്റെ വാല്യൂ 2, L-ൻ്റെ വാല്യൂ 1, N-ൻ്റെ വാല്യൂ 1, L-ൻ്റെ വാല്യൂ 0. അടുത്ത് N-ൻ്റെ വാല്യൂ 0, L-ൻ്റെ വാല്യൂ 0, M-ൻ്റെ വാല്യൂ 0. ഇതും തെറ്റാണ്. കാരണം എന്താ, N-ൻ്റെ വാല്യൂ ഒരു കാരണവശാലും എത്ര വരത്തില്ല, 0 വരത്തില്ല. കാരണം 0 എന്ന് പറയുന്ന ഒരു ഷെല്ല് നമുക്ക് ഇല്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് തെറ്റായിട്ടുള്ളതാണ്. 1ഉം 4ഉം ഇവിടെ തെറ്റാണ്. മനസ്സിലായോ? നന്നായി പഠിച്ച കുട്ടിക്ക് ഇത് പിടികിട്ടുള്ളൂ. ആദ്യമായിട്ട് കാണുന്നതൊക്കെ ആണെങ്കിൽ കിളി പറക്കും, അതെനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. സോ പഠിച്ചിട്ട് വന്ന് ക്ലാസ് കാണും. അടുത്ത ചോദ്യം നോക്കി, റെപ്രസെൻറ്റ് ദ ഓർബിറ്റൽ വിത്ത് ദ ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, N-ൻ്റെ വാല്യൂ 4ഉം L-ൻ്റെ വാല്യൂ 0ഉം വരുന്നത് ഏത് ഓർബിറ്റൽ ആയിരിക്കും? നമുക്ക് N-ൻ്റെ വാല്യൂ 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4, L-ൻ്റെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ 4s. അപ്പോൾ 4s എന്ന് പറയുന്ന ഓർബിറ്റലാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ, 4s. അടുത്ത ചോദ്യം നോക്കിയേ, എ ലാർജ് നമ്പർ ഓഫ് ഓർബിറ്റൽസ് ആർ പോസിബിൾ ഇൻ ആൻ ആറ്റം യൂസിങ് SPDF നൊട്ടേഷൻ. ഡിസ്ക്രൈബ് ദ ഓർബിറ്റൽ വിത്ത് ദ ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ്. നോക്കി, ഈ ക്വാണ്ടം നമ്പർ നോക്കിയേ, N-ൻ്റെ വാല്യൂ 4ഉം L-ൻ്റെ വാല്യൂ 0ഉം. N-ൻ്റെ വാല്യൂ 4 വന്നാൽ 4 എന്ന് തന്നെ എഴുതും. L 0, അസിമുത്തൽ ക്വാണ്ടം നമ്പർ 0 എന്തിനെ കാണിക്കുന്നു, S എന്ന് പറയുന്ന സബ്ഷെല്ലിനെ കാണിക്കുന്നു. സോ ഒന്നാമത്തത് 4s എന്ന ഓർബിറ്റലിനെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ നോക്കിയേ,
എന്നിൻ്റെ വാല്യൂ 3, എല്ലിൻ്റെ വാല്യൂ 2. അപ്പോൾ നോക്കിയേ, എല്ലിൻ്റെ വാല്യൂ 0 വന്നാൽ എസ്, 1 വന്നാൽ പി, 2 വന്നാൽ ഡി, 3 വന്നാൽ എഫ്. ഇവിടെ വന്നേക്കുന്നത് എത്രയാണ്? 2. അപ്പോൾ എന്താണ്? 3D. ഓക്കെ, അപ്പോൾ 3D ഓർബിറ്റലിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, റൈറ്റ് ദ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ്. തന്നിട്ടുള്ളവരുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം തന്നിരിക്കുന്ന കോപ്പറാണ് അല്ലേ? കോപ്പർ നമുക്കറിയാം. അപ്പോൾ എത്രയാണ്? 29 ആണ്. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, അടുത്ത് 4s2 കഴിഞ്ഞിട്ട് 3d9 ആണ് വരുന്നത്. പക്ഷേ എന്ത് വരത്തില്ല. കാരണം നമുക്കറിയാം ഈ കോപ്പറും ക്രോമിയം വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അല്ലേ? എന്താണ്? ഈ 3d10 ആയിട്ടേ 4sൽ 1 വരുള്ളൂ. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. അപ്പോൾ ഇതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 4s ഇവിടെ എഴുതാം, വേണമെങ്കിൽ 3d10 കഴിഞ്ഞിട്ട് 4s എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ഉത്തരം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത്രയും നീട്ടി എഴുതാൻ വയ്യെങ്കിൽ ഇവന് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് ആയിട്ടുള്ള ആർഗൺ 18 ആണ്. അപ്പോൾ ആർഗൺ എന്ന് എഴുതിയിട്ട് ബാക്കി 3dയും 4sഉം എഴുതിയാലും ഉത്തരം ഇവിടെ എന്തായിരിക്കും? ശരി ആയിരിക്കും. അടുത്ത് വന്നിരിക്കുന്ന ക്രോമിയമാണ്. പറയണ്ടല്ലോ, 24 ആണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ല, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി ഫില്ലായിട്ട് മറ്റിലോട്ട് പോകും. പക്ഷേ ക്രോമിയത്തിനകത്ത് ഹാഫ് ഫില്ലായിരിക്കും. 3D ഫില്ലായിട്ട് 4s വരും. മനസ്സിലാക്കാണല്ലോ, ക്ലാസ് നമ്മൾ പ്രത്യേകം പഠിച്ചതാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്രോമിയവും കോപ്പറും ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഓർബിറ്റൽ വിത്ത് ക്വാണ്ടം നമ്പർ n is equal to 3, l is equal to 1. n is equal to 3 ആയതുകൊണ്ട് തന്നെ 3, l is equal to 1 ആയതുകൊണ്ട് 3p എന്നായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. 3p ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ ഈസ് നോട്ട് പോസിബിൾ. ഇതിലേതാണ് പോസിബിൾ അല്ലാത്തത്? n2, l2, ഓക്കെ, n1, l1, m0, ഓക്കെ, n3, l2, m-3. ഇത് വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്നറിയാവോ? എന്നിൻ്റെ വാല്യൂ 3 വരുമ്പോൾ എന്നിൻ്റെ വാല്യൂ 3 വന്നു. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരാം? 0, 1, 2 എന്ന് വരാം. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് -l2 l എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ -2, -1, 0, 1, 2 വരെ വരുള്ളൂ. ഒരിക്കലും എന്ത് വരത്തില്ല? 3 വരത്തില്ല. സോ ഇതാണ് തെറ്റ്. അപ്പോൾ മൂന്നാമത്തത് എന്താണ്? തെറ്റാണ്. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. എന്തുകൊണ്ടാണ്? എല്ലിൻ്റെ വാല്യൂ 2 വരുമ്പോൾ എമ്മിൻ്റെ വാല്യൂ -2, -1, 0, 1, 2 വരെ വരത്തുള്ളൂ. ഒരിക്കലും എന്ത് വരത്തില്ല? -3 വരത്തില്ല. പിന്നെ വന്നേക്കുന്ന ഏതെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, n is equal to 2, m is equal to ഒന്നാമത്തെ നമ്മൾ നോക്കാതെ വിട്ടല്ലേ. n is equal to 2, l is equal to 2 ഒരിക്കലും വരത്തില്ല. കാരണം എന്താ? എപ്പോഴും എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ n-1 വരെ വരത്തുള്ളൂ. അപ്പോൾ 0, 1 എന്നേ വരത്തുള്ളൂ. ഒരിക്കലും എന്ത് വരത്തില്ല? 2 വരത്തില്ല. ഓക്കെ, എന്ത് വരത്തില്ല? 2 വരത്തില്ല. അപ്പോൾ ഒന്നാമത്തേതും മൂന്നാമത്തേതും തെറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേതും മൂന്നാമത്തേതും തെറ്റ്. ഒന്നാമത്തെ എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? അതിൻ്റെ വാല്യൂ ഒരിക്കലും 2 വരത്തില്ല. എന്ത് വരത്തില്ല? 2 വരത്തില്ല. അതെപ്പോഴും 1 മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The quantum numbers provided or valuable information regarding electrons in an atom. Which one of the following statement is correct about quantum numbers? തന്നിട്ടുള്ളതിൽ ക്വാണ്ടം നമ്പറുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ക്യാൻ ഹാവ് ഫ്രാക്ഷണൽ വാല്യൂസ്. ഇല്ല, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ 1, 2, 3 എന്ന് മാത്രമേ പോകത്തുള്ളൂ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഡിഫൈൻസ് ദ 3-dimensional ഷേപ്പ് ഓഫ് ദ ഓർബിറ്റ്. 3-dimensional ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ. അത് ശരിയാണ് അല്ലേ? അത് ശരിയാണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഡിറ്റർമൈൻസ് ദ സൈസ് ഓഫ് ദ ഓർബിറ്റൽ. അല്ല. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓറിയൻറ്റേഷൻ ആയിരുന്നു. സ്പിൻ ക്വാണ്ടം നമ്പർ നമ്മൾ പഠിച്ചില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഓപ്ഷനെ പറ്റി നോക്കണ്ട. സോ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് രണ്ടാമത്തതാണ്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓർബിറ്റലിൻ്റെ 3D ഷേപ്പ് കാണിക്കും. സോ അതാണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ക്വാണ്ടം നമ്പർ ഗീവ്സ് അഡ്രസ് ഓഫ് ഇലക്ട്രോൺ. ക്വാണ്ടം നമ്പർ ഇലക്ട്രോൺ അഡ്രസ് ആണ് തരുന്നത്. എക്സ്പ്ലെയിൻ ദ ക്വാണ്ടം നമ്പർ വിച്ച് ഡിറ്റർമൈൻസ് ഡിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ്. തരുന്നത് ആരാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ആണ്. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം തരുന്ന ആരാണ്? അത് മാഗ്നറ്റിക് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം തരുന്നത് അല്ലേ? അപ്പോൾ ഏതാണ്? അത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. ആംഗുലാർ മൊമെൻറ്റം കൂടെ കാണിക്കും. പക്ഷേ ഈ ചോദ്യം നിങ്ങൾക്ക് വരാൻ ചാൻസ് ഇല്ല. സോ പേടിക്കണ്ട. ഇത് കുറേ +1, +2 കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വന്നത്. ഓക്കെ, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. വീണ്ടും പറയണ്ടല്ലോ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സബ്ഷെൽ വിത്ത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ l is equal to 2. എല്ലിൻ്റെ വാല്യൂ 2 വന്നാൽ അത് ഏത് കാണിക്കും? അത് d ഓർബിറ്റലിനെയാണ് കാണിക്കുന്നത് അല്ലേ? എന്തിനാണ് കാണിക്കുന്നത്? d ഓർബിറ്റലിനെ കാണിക്കും. ചോദിച്ചിട്ടുള്ള എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സബ്ഷെൽ
ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കാണും? മാക്സിമം 10 എണ്ണമാണ് കാണുന്നത്. സോ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് 10 ഇലക്ട്രോൺ ആണ്. റെപ്രസെന്റ് ദ ഓർബിറ്റൽ വിത്ത് ദ ക്വാണ്ടം നമ്പർ n is equal to 1, l is equal to 0. n is equal to 1, l is equal to 0. 1s ആയിരിക്കും ആ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, റെപ്രസെന്റ് ദ ഓർബിറ്റൽ വിത്ത് ദ ക്വാണ്ടം നമ്പർ n is equal to 5, l is equal to 3. അപ്പോൾ 5 l 3 ആകുമ്പോൾ എന്താണ്? എസ് പി ഡി. അപ്പോൾ 5d 3 ആണല്ലേ. എല്ലിൻ്റെ വാല്യൂ 0 വന്നാൽ എസ്, 1 വന്നാൽ പി, 2 വന്നാൽ ഡി, 3 വന്നാൽ എഫ്. ഇവിടെ 3 വന്നിരിക്കുന്നത്. സോ 5f ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. 5f. വീണ്ടും ഞാൻ പറയുന്നു, പഠിച്ച കുട്ടിക്ക് ചോദ്യം ചെയ്യാനാണ് ഈ ക്ലാസ്. പഠിക്കുന്ന ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് പഠിച്ചിട്ട് ഇത് കാണുക. റൈറ്റ് ദ എൻ എൽ വാല്യൂസ് ഓഫ് 4d ഇലക്ട്രോൺ. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ വാല്യൂ 4d ആണെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. എൽ എന്ന് പറയുന്ന ഡി എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 2 ആയിരിക്കും. രണ്ടും മതിയല്ലോ, മതി. എന്നിൻ്റെ വാല്യൂ 4, എല്ലിൻ്റെ വാല്യൂ 2 ആയിരിക്കും. അടുത്ത ക്വാണ്ടം നമ്പർ വിച്ച് ഗീവ്സ് ദ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എൻ ആറ്റം ഈസ് ഡാഷ്. എനർജി തരുന്നത് ഏതാണ്? അത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. അല്ലെ, എനർജി ലെവൽ കാണിക്കുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഡെഫിനിഷനിൽ ആദ്യം പഠിച്ച പോയിന്റ് ആണ്. അടുത്ത റൈറ്റ് ദ ഓർബിറ്റൽ റെപ്രസെൻറ്റേഷൻ ഫോർ ദ ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ്. 3 n is equal to 3, l is equal to 1. n is equal to 3 ആകുമ്പോൾ 3, l is equal to 1 ആകുമ്പോൾ 3p. അടുത്ത് 5 0. അപ്പോൾ ഏതാണ്? 5s ഓർബിറ്റൽ. ഓക്കെ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ. തന്നിട്ടുള്ളത് കോപ്പറിൻ്റെ കറക്റ്റ് കോൺഫിഗറേഷൻ ഏതാണ്? 3d10 കഴിഞ്ഞിട്ട് 4s1 വരുമോ? 3d9 കഴിഞ്ഞിട്ട് 4s2 വരുമോ? ഏതാ വരുന്നത്? 3d10 കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇവിടെ നമ്മുടെ എനർജി ഓർഡർ തെറ്റാണ്. കാരണം ഇവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവാൻ വേണ്ടിയിട്ട് അത് ഫില്ലായിട്ട് ഇതാവുള്ളൂ. സോ ഇതാണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. കാരണം എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ദ കംപ്ലീറ്റ്ലി ഫിൽഡ് D10 ഓർബിറ്റൽ. നോക്കടാ, n is equal to l is equal to 1 വരുന്ന എന്ത് കണ്ടുപിടിക്കണം? ഓർബിറ്റൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഏതാണ്? 2p ആണ്. മറ്റെന്താണ്? 5s ആണ്. അടുത്ത ചോദ്യം നോക്കടാ, വാട്ട് ഈസ് ദ ബ്ലോക്ക് ഓഫ് ദ എലമെൻറ്റ്. തന്നിട്ടുള്ള എലമെൻറ്റിൻ്റെ ബ്ലോക്ക് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അവസാനത്തെ ഇലക്ട്രോൺ പോയേക്കുന്നത് ഏത് ബ്ലോക്കിലോട്ടാണ്? അവസാനത്തെ ഇലക്ട്രോൺ പോയേക്കുന്നത് ഏതിലാണ്? 3dയിലോട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ 4s അത് കഴിഞ്ഞിട്ട് 3d. അപ്പോൾ 4sലല്ലേ അവസാനം പോയെന്ന് വെച്ചാൽ എനർജി ലെവൽ മറക്കരുത്. കോപ്പറിലും ക്രോമിയത്തിലും മാത്രമേ ഉള്ളൂ അത്. ബാക്കി എല്ലായിടത്തും 4s കഴിഞ്ഞിട്ടേ 3d ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് 3d ഫില്ലായത്. അപ്പോൾ ഏത് വരും? അത് ഡി ബ്ലോക്ക് എലമെൻ്റ് ആയിരിക്കും. അത് ഏതായിരിക്കും? ഡി ബ്ലോക്ക് എലമെൻ്റ് ആയിരിക്കും. ബ്ലോക്ക് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. അവസാനം ഇലക്ട്രോൺ പോയ സബ്ഷെൽ ഏതാണോ അത് തന്നെയാണ് അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അടുത്ത് ഹീലിയം ഏത് ഗ്രൂപ്പ് ബ്ലോക്കിൽ വരും? അപ്പോൾ ഹീലിയം നിങ്ങൾ എഴുതുമ്പോൾ നമുക്ക് അല്ലേ 1s2 വരുന്നതുകൊണ്ട് എസ് ബ്ലോക്ക് എന്ന് എഴുതരുത്. ഹീലിയം എക്സെപ്ഷൻ ആണ്. അല്ലെ, ഹീലിയം എക്സെപ്ഷൻ ആണ്. അതുകൊണ്ട് ഏതിലേ വരത്തുള്ളൂ? അത് പി ബ്ലോക്കിലേ വരത്തുള്ളൂ. അത് ഞാൻ നോട്ടിൽ പ്രത്യേക പോയിന്റായി തന്നതാണ്. സോ മറക്കരുത്. വാട്ട് ഈസ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് മെഗ്നീഷ്യം? മെഗ്നീഷ്യത്തിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. അപ്പം ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം അതിൻ്റെ ബ്ലോക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ബ്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. 1s2, 2s2, 2p6, 3s2 ആണ്. സോ ബ്ലോക്ക് എസ് ബ്ലോക്കാണ്. എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എസ് ബ്ലോക്കിലുള്ള ഇലക്ട്രോണിൻ്റെ നമ്പർ നോക്കിയാൽ മതി. 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ്. സോ രണ്ടാമത്തെ ഗ്രൂപ്പാണ് നമ്മുടെ കറക്റ്റ് ഉത്തരവെന്ന് പറയുന്നത്. അടുത്ത ഡിറ്റർമൈൻ ദ പീരീഡ് നമ്പർ ഓഫ് ദ എലമെൻറ്റ് വിത്ത് ദ കോൺഫിഗറേഷൻ. ഇതിൻ്റെ പീരീഡ് കണ്ടുപിടിക്കണം. പീരീഡ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അവസാനത്തെ ആൾ പോയേക്കുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നോക്കിയാൽ മതി, 4. സോ പീരീഡ് നമ്പർ എത്ര തന്നെ ആയിരിക്കും? 4 തന്നെ ആയിരിക്കും. റൈറ്റ് ദ ഗ്രൂപ്പ് നമ്പർ ആൻഡ് ബ്ലോക്ക് ഓഫ് അലൂമിനിയം ബേസ്ഡ് ഓൺ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഗ്രൂപ്പ് നമ്പറും ബ്ലോക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ബ്ലോക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോൺഫിഗറേഷൻ എഴുതണം. 1s2, 2s2, 2p6, 3s2. അത് കഴിഞ്ഞിട്ട് എന്ത് വരും? 3p1 വരും. സോ അവസാനത്തെ ഇലക്ട്രോൺ പോയിരിക്കുന്നത് പി. അപ്പോൾ ഏത് ബ്ലോക്ക്? പി ബ്ലോക്ക്. ഏത് ബ്ലോക്ക്? പി ബ്ലോക്ക്. ഞാൻ പറഞ്ഞല്ലോ, പി ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 എണ്ണം വരെ ആവുക, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അതിനോട് എത്ര കൂട്ടണം? 12 കൂട്ടണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13 എന്ന് കിട്ടും. സോ 13ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. എത്ര വരും? 13ാമത്തെ ഗ്രൂപ്പിൽ വരും. ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ ക്ലാസ് ചെയ്യിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഇനി സാറേ സ്പീഡിൽ പോയി എന്താണ് സമയം എടുത്ത് പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. ഓക്കെ, ഇത് പ്രാക്ടീസാണ്. നമ്മൾ എക്സാം എടുക്കാറായില്ലേ? ഇത് പ്രാക്ടീസിൻ്റെ സമയമാണ്. ഓക്കെ, ഞാൻ അന്നേ പറഞ്ഞിരുന്നു പ്രാക്ടീസ് ചോദ്യങ്ങളും കൊണ്ട് ഞാൻ വരുമെന്ന്. An element has an electronic configuration 1s2, 2s2, 2p6, 3s2, 3p6, 4s, 3d. ബ്ലോക്ക് ഏത്? ഗ്രൂപ്പ് ഏത്? പീരീഡ് ഏതെന്നാണ് ചോദ്യം. ഫസ്റ്റ്
പീരീഡ് കണ്ടുപിടിക്കുക എളുപ്പമാണ്. അവസാനത്തേത് പോയിരിക്കുന്നത് നാലാമത്തതാണ്. സോ പീരീഡ് 4. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ 3 അല്ലേ എന്നിട്ടല്ലേ പീരീഡ് 4? ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? ഏറ്റവും വലിയ എൻ വാല്യൂ ഇവിടെ ഇപ്പോഴും 4 തന്നെയാണ്. ഏറ്റവും വലിയ എൻ വാല്യൂ ഇപ്പോഴും 4 തന്നെ. അവസാന ഇലക്ട്രോൺ ഫില്ലായത് ഡിയിലാണെന്നേ ഉള്ളൂ, ഡി സബ്ഷനിലാണെന്നേ ഉള്ളൂ. പക്ഷേ അവസാനം പോയിരിക്കുന്നത് ഏതാ? അവസാനത്തെ ഏറ്റവും വലിയ എൻ വാല്യൂ ഏതാ? അത് 4 തന്നെയാണ്. അത് ഏത് തന്നെയാണ്? 4 തന്നെയാണ്. അപ്പം ബ്ലോക്ക് നമുക്ക് ഏത് കിട്ടി? പീരീഡ് കിട്ടി. ബ്ലോക്ക് കണ്ടുപിടിക്കണം. അവസാനത്തെ ഇലക്ട്രോൺ പോയിരിക്കുന്നത് ഡി ആണ്. അപ്പോൾ ഏത് ബ്ലോക്കാണത്? അത് ഡി ബ്ലോക്കാണ്. ഇനി ഗ്രൂപ്പ് നമ്പർ ചോദിച്ചാൽ ഡി ബ്ലോക്കിൽ 6 ഉണ്ട് അല്ലേ? നമുക്കറിയാം ഡി ബ്ലോക്ക് കണ്ടുപിടിക്കാനുള്ള നമ്പർ എന്താ? അവസാനമുള്ള ഇലക്ട്രോണ് പ്ലസ് 2, 6 2 8. സോ 8ാമത്തെ ഗ്രൂപ്പിലായിരിക്കും ഇവൻ വരുന്നത്. ക്ലാസ് കാണാത്തവൻ ക്ലാസ് കാണുക. ഐഡൻറ്റിഫൈ ദ ബ്ലോക്ക്, ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. ഇതിൽ ബ്ലോക്കും ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കണം. സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആദ്യം കണ്ടുപിടിക്കാൻ എളുപ്പം പീരീഡാണ്. 3, പീരീഡ് നമ്പർ 3. ബ്ലോക്ക് ഏതാണ്? അവസാനത്തെ പോയിരിക്കുന്ന എസ്സിലാണ്. സോ എസ് ബ്ലോക്കാണ്. എസ്സിൽ 1 ആവുമ്പോൾ 1ാമത്തെ ഗ്രൂപ്പ്. ക്ലോറിൻ കോൺഫിഗറേഷൻ എഴുതി. ഫസ്റ്റ് പരിപാടി എന്താണ്? പീരീഡ് കണ്ടുപിടിക്കുക. അവസാനത്തെ നമ്പർ ഏറ്റവും വലിയ നമ്പർ എത്ര? 3. അപ്പോൾ പീരീഡിൻ്റെ വാല്യൂ 3. അവസാന ഇലക്ട്രോൺ പോയിരിക്കുന്ന പി സബ്ഷനിലോട്ട്. അപ്പോൾ ഏതാണ്? പി ബ്ലോക്ക്. പിയിൽ 5 എണ്ണം ഉണ്ട്. പിയുടെ റൂൾ എന്താ? 12 + 5 എത്ര? 17. സോ ഗ്രൂപ്പ് 17. സിങ്കിലകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ ഏറ്റവും വലിയ എൻ വാല്യൂ എത്ര? 4. സോ പീരീഡ് നമ്പർ 4. അവസാന ഇലക്ട്രോൺ പോയിരിക്കുന്നത് എസ് സബ്ഷനിൽ. സോ കണ്ട അവസാന ഇലക്ട്രോൺ പോയിരിക്കുന്നത് ഏത് സബ്ഷനിൽ? ഡി സബ്ഷനിൽ. സിങ്കാണ്. ഏത് സബ്ഷനിൽ? ഡി സബ്ഷനിൽ. അപ്പോൾ ഏതാണ്? ഡി ബ്ലോക്ക്. ഏത് ബ്ലോക്ക്? ഡി ബ്ലോക്ക്. എനർജി ഓർഡർ നോക്കിയാൽ മതി. ഓക്കെ. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങൾ എഴുതുമ്പോൾ 4s എഴുതിയിട്ട് 3D എഴുതുമെന്ന് പറയുന്നതിൻ്റെ ഗുണം ഇതാണ്. 4s കഴിഞ്ഞ് 3D വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അവസാനം ഫില്ലായ 3Dയിലാണ്. അല്ലാതെ 3D കഴിഞ്ഞ് 4s എഴുതുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് പഠിപ്പിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവസാനം പോയത് ഡിയിൽ എത്ര? 10. അപ്പോൾ 10 + 2 12ാമത്തെ ഗ്രൂപ്പായിരിക്കും ഇതെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇവിടുന്ന് തിരിച്ചും തിരിച്ചുമൊക്കെ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ഈ ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇത്രയും പഠിച്ചു വെക്കേണ്ട ചോദ്യങ്ങളാണ്. ഇതേ ടൈപ്പ് എന്നല്ല, ഈ ടൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കോൺസെപ്റ്റ് ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റായിരിക്കും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക മാക്സിമം. വീണ്ടും ചോദ്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ അതുവരെ ബൈ.